മോക്ഷകവാടം തുറക്കും രക്ഷാകര ഓസ്തിയേ, ശത്രുവിനണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകമായി ഇന്ന് കാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഈശോയുടെ കരുണയുടെ അപ്പോസ്തലയായ, കരുണയുടെ സെക്രട്ടറിയായ വിശുദ്ധ ഫൗസ്തീന വഴി കർത്താവ് നൽകിയ കരുണയുടെ സന്ദേശങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈശോ വിശുദ്ധ ഫൗസ്തീനോട് പറയുന്നു, മകളെ, ഇത് ദൈവ കരുണയുടെ കാലമാണ്. എൻ്റെ മകളെ, നീ സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക. മനുഷ്യവംശം മുഴുവനും എൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് അറിയുവാൻ ഇടയാകട്ടെ. മകളെ, ഇത് യുഗാന്ത്യത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം വരും. ഈ സമയത്ത് എല്ലാവരും എൻ്റെ കരുണയിൽ അഭയം തേടട്ടെ. അവിടെ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൽ നിന്നും തിരുജലത്തിൽ നിന്നും ഫലമെടുക്കട്ടെ. ഈശോ വിശുദ്ധ ഫൗസ്തീനോട് പറഞ്ഞു, എൻ്റെ മകളെ, പഴയ നിയമകാലത്ത് ഞാൻ ഇടിമുഴക്കത്തിൻ്റെ ശക്തിയോടെ പ്രവാചകന്മാരെ എൻ്റെ ജനത്തിൻ്റെ അടുത്തിലേക്ക് അയച്ചു. ഇന്ന് ഞാൻ എൻ്റെ കരുണയുമായി നിന്നെ ലോകത്തിൻ്റെ എല്ലാ ജനതകളിലേക്കും അയക്കുന്നു. മനുഷ്യകുലത്തെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എൻ്റെ കരുണാർദ്രമായ ഹൃദയത്തോട് ചേർത്തണച്ച് ഞാൻ അതിനെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീതിയുടെ വാൾ കയ്യിലെടുക്കുവാൻ ഞാൻ മടിക്കുന്നു. നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി ഞാൻ കരുണയുടെ ദിനത്തെ അയക്കുന്നു. ഈശോ വിശുദ്ധ ഫൗസ്തീനോട് വീണ്ടും പറയുന്നു, മകളെ, അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. എൻ്റെ കൈപ്പേറിയ പീഡനവും സഹനത്തിലും ആത്മാക്കൾ രക്ഷപ്പെടുന്നില്ല. രക്ഷപ്പെടാനുള്ള അവസാനത്തെ പ്രതീക്ഷയായി ഞാൻ ദൈവ കരുണയുടെ തിരുനാൾ നൽകുന്നു. എൻ്റെ കരുണയെ ആരാധിച്ചില്ലെങ്കിൽ അവർ നിത്യമായും നശിച്ചു പോകും. ഏറ്റവും വലിയ പാപിയെപ്പോലും എനിക്ക് ശിക്ഷിക്കുവാൻ സാധിക്കുകയില്ല, മറിച്ച് എൻ്റെ അത്യഗാധമായ കരുണയിൽ ഞാൻ ആത്മാവിനെ സുഖപ്പെടുത്തും. എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുവാൻ മടിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയം കാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിലാപങ്ങളും മുറിവുകളും ബന്ധനങ്ങളും കടബാധ്യതകളും രോഗങ്ങളും പുറത്തുപോലും പറയാൻ സാധിക്കാത്ത മനസ്സിൻ്റെ അഗാധതയിലുള്ള മുറിവുകൾ, ഓർമ്മകൾ, നൊമ്പരങ്ങൾ, വേദനകൾ പങ്കുവച്ച് പ്രാർത്ഥിക്കാം. ദിവ്യനാഥൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. ചോരത്തുള്ളിയാ കഴുകേണമെന്നെന്നു പൊന്നു കർത്താവേ. ഈശോയെ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും കർദിനാൾമാരെയും മേലധ്യക്ഷന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഓർമ്മിക്കുന്നു. സഭയിലുള്ള സങ്കീർണതകളെയും കുറവുകളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഈശോയെ, അങ്ങ് കാൽവരിയിൽ ചിന്തിയ ഹൃദയരക്തത്തിൻ്റെ യോഗ്യതയാൽ തിരുസഭയെ വിശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ചോരത്തുള്ളിയാ കഴുകേണമെന്നെന്നു പൊന്നു കർത്താവേ. ഈശോയെ, വളരെ പ്രത്യേകമായി ഞങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രാഷ്ട്രാധിപന്മാരെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും കരുണയിലും രാഷ്ട്രങ്ങളെ നയിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ചോരത്തുള്ളിയാ കഴുകേണമെന്നെന്നു പൊന്നു കർത്താവേ. ഈശോയെ, ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന ബോധ്യം നഷ്ടപ്പെട്ട വ്യക്തികളെയും സമൂഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, ഹൃദയവിശുദ്ധി നൽകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാലമായ ശരീരത്തെ പരിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ മാനസാന്തരത്തിൻ്റെ ആത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോരത്തുള്ളിയാ കഴുകേണമെന്നെന്നു പൊന്നു കർത്താവേ. ഈശോയെ, പ്രത്യേകിച്ച് കടബാധ്യതകൾ കുടുങ്ങിപ്പോയവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, സങ്കീർണമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ദുഃഖത്തിലും വിലാപത്തിലും തോരാത്ത കണ്ണുനീരിലും തീരാത്ത ദുഃഖത്തിലും കടന്നു പോകുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു.
ഈശോയെ, കാൽവരിയിൽ അങ്ങ് ചിന്തിയ ഹൃദയരക്തം എല്ലാവരെയും വിശുദ്ധീകരിക്കട്ടെ. സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ചോരത്തുള്ളിയാ കഴുകേണമെന്നു പൊന്നു കർത്താവേ. ഈശോയെ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. പേമാരി, കൊടുങ്കാറ്റ്, പ്രളയം, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, മറ്റെല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദേശീയ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെയും രാഷ്ട്രത്തെയും സംസ്ഥാനത്തെയും ലോകത്തെയും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാ കഴുകേണമെന്നു പൊന്നു കർത്താവേ. ഈശോയെ, പഠിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഞങ്ങളുടെ സ്ഥലങ്ങളിലും പഠിക്കുന്ന എല്ലാ മക്കളെയും ഓർമ്മിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നൽകണമേ, ഓർമ്മശക്തി നൽകണമേ, ബുദ്ധിശക്തി നൽകണമേ. പരീക്ഷകൾ നന്നായി എഴുതുവാൻ, ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ, നല്ല ജീവിതമാർഗവും ജീവിതാന്തസ്സും ലഭിക്കുവാൻ, വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളരുവാൻ ഞങ്ങൾ യുവാക്കളെയും യുവതികളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാ കഴുകേണമെന്നു പൊന്നു കർത്താവേ. ഈശോയെ, തകർന്നുപോയ വ്യക്തികളെ ഞങ്ങൾ നോക്കുന്നു. തെറ്റായ സ്നേഹബന്ധങ്ങൾ, ജഡിക ബന്ധങ്ങൾ, ശരീരത്തിൻ്റെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന എല്ലാവിധ തിന്മകൾ, മദ്യാസക്തി, ജഡികാസക്തി, മയക്കുമരുന്നുകൾ, മാധ്യമങ്ങളിലും തെറ്റായ മൂല്യങ്ങളും കുടുങ്ങിപ്പോയവർ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പോവർക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യവും കൃപയും നൽകി ഞങ്ങളുടെ സമൂഹത്തെ വിശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാ കഴുകേണമെന്നു പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാ കഴുകേണമെന്നു പൊന്നു കർത്താവേ. ഈശോയെ, പൈശാചിക ബന്ധനത്തിൽ, തിന്മയുടെ ശക്തികളിൽ കുടുങ്ങിപ്പോയവരെ, സാത്താൻ്റെ ചതികൾ, കെണികൾ, ആസക്തികൾ, നിഗൂഢ പദ്ധതികൾ, ഒളിഞ്ഞും മറഞ്ഞുമുള്ള പ്രവർത്തനങ്ങളിൽ കുടുങ്ങിപ്പോയവരെ, മനസ്സും ആത്മാവും ഹൃദയവും വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഈശോയെ, കാൽവരിച്ചിൻ്റെ ഹൃദയ രക്തത്തിൻ്റെ യോഗ്യതയാൽ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ വിശുദ്ധീകരിക്കുവാനും സൗഖ്യപ്പെടുത്തുവാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. തിരുവിലാവിൽ
ചോരത്തുള്ളിയാ കഴുകേണമെന്നെന്നു പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാ കഴുകേണമെന്നെന്നു പൊന്നു കർത്താവേ. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയെ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകേണമെന്നുമെന്നും. പാവനാത്മാവിനും അവ്വേദം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ പീഠാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങേ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാ
വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാ കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജരുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹ